പാലക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വഴിത്തിരിവ്. കൊട്ടേഷൻ നൽകിയത് സ്വന്തം ചെറിയച്ഛൻ്റെ മകനാണെന്ന് പോലീസ് കണ്ടെത്തി. പ്രതി മലപ്പുറം സ്വദേശി സിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഡിസംബർ 6-നാണ് തൃത്താല കൊഴിക്കാട്ടിരി പാലത്തിന് സമീപം വെച്ച് വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് അലി ഒരു സംഘം തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയത്. കൊട്ടേഷൻ സംഘം മദ്യപിച്ച് ബോധരഹിതരായതോടെയാണ് മുഹമ്മദ് അലി തടവിൽ നിന്നും രക്ഷപ്പെട്ടത്. കേസിൽ പിടിയിലായ ഒരു പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സിയാസും പിടിയിലായത്. നേരത്തെ മുഹമ്മദ് അലിയുടെ വിശ്വസ്തനായിരുന്ന ഇയാളെ തട്ടിപ്പിനെ തുടർന്ന് ചുമതലയിൽ നിന്നും, അതായത് ഈ ജോലിയിൽ നിന്നും മാറ്റിയതിൻ്റെ ചില പകയുൾപ്പെടെയാണ് ഈ സംഭവത്തിന്, തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എം വിഷ്ണു ചേരുന്നു പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, 3 മാസത്തിന് ശേഷമാണ് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരു നിർണായകമായ കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘത്തിലെത്താൻ കഴിഞ്ഞത്. നേരത്തെ ന്യൂസ് 18 ഈ സംഘത്തിൻ്റെ, കൊട്ടേഷൻ സംഘത്തിൻ്റെ തടവിലായിരുന്നപ്പോഴുള്ള മുഹമ്മദ് അലിയുടെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടത്. അതിക്രൂരമായി മർദ്ദിക്കുന്നു, ചോരയൊലിച്ച് നിൽക്കുന്ന മുഹമ്മദ് അലിയുടെ ദൃശ്യങ്ങൾ, അത് നമ്മൾ ഭീതിയോടെയാണ് കണ്ടത്. അത്രയും ക്രൂരമായി അപായപ്പെടുത്താനുള്ള ശ്രമം പോലും ഉണ്ടായതാണ്. പിന്നീട് അവരുടെ തടവിൽ നിന്നും ഭാഗ്യം കൊണ്ട് മുഹമ്മദ് അലിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പക്ഷേ ആരാണ് കൊട്ടേഷൻ നൽകിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായിരുന്നു. ഒടുവിൽ മുഖ്യപ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന് ഈ സിയാസിലേക്ക്, അതായത് ഈ മുഹമ്മദ് അലിയുടെ ഉറ്റ ബന്ധുവായ സിയാസിലേക്ക് പോലീസിനെത്താൻ കഴിഞ്ഞത്? തീർച്ചയായും ടോം, കഴിഞ്ഞ ഡിസംബർ 6-നാണ് ഈ ഒരു ഭീകര സംഭവം എന്ന് തന്നെ പറയാം. ഒരു ഗ്രാമപ്രദേശമായ പട്ടാമ്പിയിൽ കോഴിക്കാട്ടിരി, തിരുമറ്റക്കോട് പഞ്ചായത്തിലുള്ള കോഴിക്കാട്ടിരി പ്രദേശത്താണ് രാത്രി ഒരു 6 മണി 7 മണിയോട് കൂടി ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറത്ത് നിന്നും വിദേശത്തേക്ക് പോകാൻ വേണ്ടി നെടുമ്പാശ്ശേരിയിലേക്ക് പട്ടാമ്പി ഈ തിരുമറ്റക്കോട് വഴി പോവുകയായിരുന്നു വ്യവസായിയായ മുഹമ്മദ് അലി. ഈ സമയം ആളൊഴിഞ്ഞ പ്രദേശം നോക്കി പട്ടാമ്പിയിൽ നിന്നും പിന്തുടർന്നെത്തിയ 7-അംഗ സംഘം കോഴിക്കാട്ടിരി പാലത്തിന് സമീപത്ത് വെച്ച് ഈ മുഹമ്മദ് അലിയുടെ വെൽഫെയർ കാർ തടഞ്ഞു നിർത്തുകയും തുടർന്ന് തോക്ക് ചൂണ്ടിയും കാറിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർത്തും വലിയൊരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് മുഹമ്മദ് അലിയെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആദ്യം മലപ്പുറത്തേക്ക് കൊണ്ടുപോകാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും തുടർന്ന് ഒറ്റപ്പാലത്ത് അടുത്തുള്ള ഉൾഗ്രാമത്തിലുള്ള ഒരു കോതക്കുറിശി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ, ആളൊഴിഞ്ഞൊരു വീട്ടിൽ ഇദ്ദേഹത്തെ എത്തിക്കുകയും തുടർന്ന് അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇവിടെ നിന്നും ഇദ്ദേഹത്തിന്റെ വിദേശത്തുള്ള മകനെ ഫോൺ ചെയ്ത് കോടികൾ, 70 കോടിയോളം രൂപ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് രാത്രി ഈ കൊട്ടേഷൻ സംഘങ്ങൾ മദ്യപിച്ച് ബോധരഹിതരാക്കുകയും ഈ സമയം മുഹമ്മദ് അലി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയുമായിരുന്നു. സമീപത്തെ ഒരു നിസ്കാര പള്ളിയിൽ അഭയം തേടിയ മുഹമ്മദ് അലിയെ ആളുകൾ കണ്ടെത്തുകയും തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നത്. തുടർന്ന് വലിയൊരു അന്വേഷണമാണ് പാലക്കാട് SP-യുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് വിപുലമായൊരു അന്വേഷണമാണ് നടത്തിയിരുന്നത്. ഇതിനെ തുടർന്ന് ആദ്യം ഒരു പ്രതി പിടിയിലാവുകയും തുടർന്ന് ഒരു പ്രതിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തുടർന്ന് 6 പ്രതികൾ പിടിയിലാവുകയും തുടർന്ന് ഇപ്പോൾ അവസാനം ഈ കൊട്ടേഷൻ നൽകിയ പ്രധാന സൂത്രധാരൻ, അതാണ് ഞെട്ടിക്കുന്ന കാര്യം, ഈ മുഹമ്മദ് അലിയുടെ സ്വന്തം ചെറിയച്ഛന്റെ മകനാണ് ഈ കൊട്ടേഷൻ നൽകിയെന്നുള്ള വിവരമാണ് ഈ കുടുംബത്തെ തന്നെ ആകെ ഞെട്ടിച്ചിരിക്കുന്നത്, സമൂഹത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇതോടുകൂടി ഈ കേസിൽ 17 പ്രതികൾ, ഈ ചെറിയച്ഛന്റെ മകൻ ശ്രീ ഷിയാസിനൊപ്പം വീട്ടിലുണ്ടായിരുന്ന 2 പേരടക്കം 3 പേരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ 17 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത് കേട്ടോ. യെസ്, എം വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഡിസംബർ മാസത്തിലാണ് പ്രവാസി വ്യവസായമായിട്ടുള്ള മുഹമ്മദ് അലിയെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെടുകയായിരുന്നു. അതായത് ഈ സംഘം മദ്യപിച്ച് ലക്ക് കെട്ട് ബോധരഹിതരായി ഉറങ്ങുന്നു, വാഹനത്തിൽ കിടന്ന് ഉറങ്ങുന്നു. അവിടെ നിന്നും മുഹമ്മദ് അലി ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് ഈ തട്ടിക്കൊണ്ടുപോയ കൊട്ടേഷൻ സംഘത്തിലേക്ക് അന്വേഷണം എത്താൻ കഴിഞ്ഞെങ്കിലും പ്രധാനികളെ, അതായത് കൊട്ടേഷൻ നൽകിയ ആളെക്കുറിച്ച് ഒരു വ്യക്തതയില്ലായിരുന്നു. ഒടുവിൽ ബന്ധുവായ മുഹമ്മദ് അലിയുടെ ചെറിയച്ഛൻ്റെ മകൻ സിയാസാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ കൊട്ടേഷൻ നൽകിയെന്ന കാര്യത്തിൽ
വ്യക്തത വരുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല, ശിക്ഷാവിധി മരവിപ്പിച്ചില്ല. ഹൈക്കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്തിരിക്കെ ആന്റണി രാജുവിൻ്റെ പ്രതീക്ഷ ഹൈക്കോടതിയിലായിരുന്നു. ഈ കേസിൽ നിന്നും ഒഴിയാൻ കഴിയും, കീഴ്ക്കോടതി വിധി ഹൈക്കോടതി തള്ളും, സ്റ്റേ ചെയ്യും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല, ശിക്ഷാവിധി മരവിപ്പിച്ചില്ല. എന്താണ് വിവരങ്ങൾ? വർഷം തടവിന് ജയിൽ ശിക്ഷ വിധിച്ചത് കൊണ്ട് തന്നെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആന്റണി രാജുവിന് ഇതുമായി ബന്ധപ്പെട്ട് മത്സരിക്കാൻ കഴിയില്ല. അത് തന്നെ കാണിച്ചിട്ടാണ് ആന്റണി രാജു ഈ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ച സെഷൻസ് കോടതിയെ തള്ളിയ ശേഷമാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നതും ഹൈക്കോടതിയും അതേ നിലപാട് തുടരുകയാണ്. ആന്റണി രാജുവിന് തിരിച്ചടിയാകുന്ന വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ അധിക സമയമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ആന്റണി രാജു ഈ അതായത് അനുകൂലമായ വിധി സംഘടിപ്പിച്ച ശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അത് തിരിച്ചടിയാവുന്ന സാഹചര്യമാണ്. ആന്റണി രാജുവിന് തിരിച്ചടിയാകുന്ന വിധി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല, ശിക്ഷാവിധി മരവിപ്പിച്ചിട്ടില്ല ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ ആന്റണി രാജു ഈ 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നുള്ള ശിക്ഷാവിധി, വിചാരണ കോടതിയുടെ ശിക്ഷാവിധി, അതിനെതിരെയാണ് അത് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആന്റണി രാജു ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയും ഈ ആവശ്യം തള്ളിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയിൽ എത്തുന്നതും. ആന്റണി രാജു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിക്കാനുള്ള നീക്കത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഈ പറയുന്ന ശിക്ഷാവിധി കാരണം 3 വർഷം തടവിന് വിധിച്ച ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അത് ശിക്ഷാവിധി മരവിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോയെങ്കിൽ മാത്രമേ ആന്റണി രാജുവിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിക്കുന്നതും. പക്ഷേ ഹൈക്കോടതിയിൽ നിന്നും ആന്റണി രാജുവിന് അനുകൂലമായ വിധിയല്ല ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തൊണ്ടി മുതൽ തിരിമറി കേസുമായി ബന്ധപ്പെട്ട ആന്റണി രാജുവിന് തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി ശിക്ഷാവിധി മരവിപ്പിച്ചിട്ടില്ല. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെതാണ് ഉത്തരവ്. തീർച്ചയായും നമുക്കറിയാം ആജ്ഞ, ഈ 2016 തെരഞ്ഞെടുപ്പിലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്, തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപാണ് ഫ്രാൻസിസ് ജോർജിൻ്റെയും ആന്റണി രാജുവിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അതായത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഒരു കൂട്ടം നേതാക്കളുടെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി വരുന്നു. 2016 ആന്റണി രാജു ഉൾപ്പെടെ 4 പേർക്ക് സീറ്റ് കിട്ടുന്നു, 4 പേർ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ, അതായത് പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ജനാധിപത്യ കേരള കോൺഗ്രസ്സിന് വലിയ തോൽവി നേരിടേണ്ടി വന്നുവെങ്കിൽ കഴിഞ്ഞ തവണ ഫ്രാൻസിസ് ജോർജ് അടക്കം തിരികെ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോയി. അവിടെ ഡോക്ടർ KC ജോസഫും ആന്റണി രാജുവും മാത്രമായിരുന്നു പിന്നീട് ജനാധിപത്യ കേരള കോൺഗ്രസ്സിലുണ്ടായിരുന്നത്. 2021 ആന്റണി രാജുവിന് തിരുവനന്തപുരം സീറ്റ് നൽകുന്നു. ഏക MLA ആയിട്ട് പോലും ആന്റണി രാജുവിനെ മന്ത്രിയാക്കി. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു കുറ്റക്കാരനായതോടെ അദ്ദേഹത്തിൻ്റെ MLA പദവി നഷ്ടപ്പെടുന്നു. പാർട്ടിക്കുള്ള ഏക MLA നഷ്ടപ്പെടുന്നു. ഈ പാർട്ടിയുടെ, അതായത് ജനാധിപത്യ, ആന്റണി രാജുവിൻ്റെ മാത്രമല്ല, ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പോലും രാഷ്ട്രീയ ഭാവി ഒരു പരിധിവരെയും ഇനി അവസാനിക്കുമോ? അതായത് രാഷ്ട്രീയ ഭാവിക്ക് തന്നെ തിരിച്ചടിയാകുന്നൊരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇനി എന്തായിരിക്കും ആന്റണി രാജുവിന് മുന്നിലുള്ള ഒരു വഴി? ഇനി മേൽക്കോടതി, സുപ്രീം കോടതിയെ സമീപിക്കാനോ അതല്ലെങ്കിൽ ഇനി മറ്റ് നിയമപരമായിട്ടുള്ള സാധ്യതകളോ ഉണ്ടോ? അതോ രാഷ്ട്രീയം തന്നെ പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ? ഉയർന്ന കോടതികളെ സമീപിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് മത്സരിക്കാനാകുമോ എന്നുള്ള ഒരു സാഹചര്യം കൂടി ഇതിന് അനുകൂലമാകേണ്ടതുണ്ട്. തൊണ്ടി മുതൽ കേസിൽ ആശ്വാസം കിട്ടിയില്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആന്റണി രാജുവിന് മത്സരിക്കാനാകില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെ ആയിരുന്നു. അത് 2 വർഷത്തിൽ കൂടുതൽ ഒരാൾ ജയിൽ ശിക്ഷയ്ക്ക്
വിധിക്കപ്പെട്ടാൽ അയാൾ ജനപ്രതിനിധിയാണെങ്കിൽ ആ സ്ഥാനം അയോഗ്യനാക്കപ്പെടുമെന്ന് തന്നെയാണ് നിയമം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ആന്റണി രാജുവിന് 3 വർഷത്തെ തടവാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് MLA സ്ഥാനം നഷ്ടമാകുന്നതും. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആകെ ഉണ്ടായിരുന്ന ഒരു അത്താണി എന്നുള്ള നിലയിൽ, സഭയിൽ ഉണ്ടായിരുന്ന ഒരു അത്താണി എന്നുള്ള നിലയിൽ അതോടെ അതിന്റെ പ്രാതിനിധ്യം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. പക്ഷേ പാർട്ടിയുടെ ഒരു ഭാവി എന്നതിനുപരി ആന്റണി രാജു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാവി ഇതോടുകൂടി അവസാനിക്കുകയാണ് എന്നുള്ള ഒരു തരത്തിലേക്കുള്ള വിലയിരുത്തൽ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇനിയുള്ള ഒരു 5 വർഷത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യവും ആന്റണി രാജുവിനെ സംബന്ധിച്ച് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം മറ്റു പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള സമയവും അതിക്രമിച്ചിട്ട് വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പിനുള്ളൂ. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിനുള്ളിൽ ഉള്ള ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ആർക്കൊക്കെ സീറ്റ് വിഭജനം വേണം, ഏതൊക്കെ സഖ്യകക്ഷികൾക്ക് സീറ്റുകൾ നൽകണം എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ LDF-ന് മുന്നിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ അയോഗ്യനാക്കുന്ന ഒരു വിധിയാണ്. പ്രത്യേകിച്ചും വിചാരണ കോടതി തൻ്റെ വാദങ്ങൾ കേട്ടില്ല, ആവശ്യമുള്ള അതായത് തെളിവുകൾ നിരത്തിയെങ്കിലും അത് കേൾക്കാതെയാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചത് എന്നുള്ളതായിരുന്നു ആന്റണി രാജുവിന്റെ പ്രധാനപ്പെട്ട ആരോപണവും അത് തന്നെയായിരുന്നു. പക്ഷേ അതൊക്കെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് അതായത് മുൻ കോടതി ഉദ്യോഗസ്ഥരും ആന്റണി രാജുവും ചേർന്ന് ലഹരി കേസിലെ പ്രതിയുടെ തൊണ്ടി മുതൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ തൊണ്ടി മുതൽ തിരിമറി നടത്തി എന്നുള്ളതാണ് കേസ്. ആ കേസ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനെന്നുള്ളൊരു സാഹചര്യത്തിൽ തന്നെ അത് വളരെ സീരിയസ് ആയി തന്നെയായിരുന്നു ആ സമയത്ത് അത് കൺസിഡർ ചെയ്തതും. ആന്റണി രാജുവിന് 3 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയത് ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ള ബാക്കി നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ആന്റണി രാജു അയോഗ്യനാക്കപ്പെടുന്നത്. പക്ഷേ ഇത്തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ തന്റെ അയോഗ്യത നീക്കണം. അതുകൊണ്ട് താൻ കുറ്റക്കാരനല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ആന്റണി രാജുവിന് ചെറിയ പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു ജൂനിയർ അഭിഭാഷകൻ കക്ഷിക്ക് വേണ്ടി പ്രവർത്തിക്കുകയല്ലേ ചെയ്തത്. അതിൻ്റെ മാത്രമല്ല ഈ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ച കാര്യം ആന്റണി രാജു ഈ തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടി തിരിമറി നടത്തി എന്ന രീതിയിലുള്ള ഒരു വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചപ്പോൾ പോലും അതിനുള്ള എന്ത് തെളിവാണുള്ളത്? കാരണം പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ളൊരു കേസാണ്, അതിനെന്ത് തെളിവാണുള്ളത് എന്ന ചോദ്യം പോലും ഹൈക്കോടതി ഉന്നയിച്ചതാണ്. മാത്രമല്ല ഒരു കക്ഷിയുടെ അഭിഭാഷകൻ ചെയ്യേണ്ട ജോലി, സാധാരണ ഒരു ജോലി മാത്രമേ ആന്റണി രാജു ചെയ്തുള്ളൂ എന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങളൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവിടെയാണ് ആന്റണി രാജുവിൻ്റെ പ്രതീക്ഷയും ആ ചോദ്യങ്ങളിലായിരുന്നു, ആ നിരീക്ഷണങ്ങളിലായിരുന്നു. പിന്നെ എന്തായിരിക്കും ഹൈക്കോടതിയിൽ സംഭവിച്ചത്? ഏത് തരത്തിലാണ് കോടതി അതിന്റെ വിലയിരുത്തൽ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നതേയുള്ളൂ. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്റണി രാജുവിനെതിരെ തെളിവുണ്ടോ, എന്ത് തെളിവാണ് ഉള്ളത് എന്ന് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രോസ് വിസ്താരത്തിനിടയിൽ കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആന്റണി രാജുവിന് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ അനുകൂലമായ ഒരു വിധിയായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ആന്റണി രാജുവിനും ഉണ്ടായിരുന്നു, ജനാധിപത്യ കേരള കോൺഗ്രസിനും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സീറ്റ് ഉറപ്പിക്കുക എന്നുള്ള ഒരു ആവശ്യം കൂടി ഉന്നയിക്കാൻ ഉതകുന്ന തരത്തിൽ ഇന്നത്തെ വിധി ഉണ്ടാകുമെന്നായിരുന്നു ആന്റണി രാജുവിന്റെ കൂട്ടരുടെ പ്രതീക്ഷ. പക്ഷേ അത് അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഭാവി എന്നുള്ളതിനേക്കാൾ ഉപരി ആന്റണി രാജു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാവി എന്തായാലും ഈ ശിക്ഷാവിധി തള്ളാത്ത ഇരിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി വിധിയാണിത്. ഇനി വേണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം, സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ്, ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം. അങ്ങനത്തെ സാഹചര്യങ്ങൾ വീണ്ടും മുൻപിൽ വാതിലുകളുണ്ട് ആന്റണി രാജുവിന്. എന്നിരുന്നാൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. കാരണം ഇതിന് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ തന്നെ അത് പരിഗണിക്കുമ്പോൾ സമയമെടുക്കും, അല്ലെങ്കിൽ അതിന് വിധി വരാൻ സമയമെടുക്കും. അപ്പോഴേക്കും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പട്ടിക പുറത്തിറങ്ങേണ്ട സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങേണ്ടുന്ന സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ അതിന് മുൻപായിട്ട് അടിയന്തരമായിട്ട് കോടതി ഇതിൽ അത്ര പ്രാധാന്യം നൽകി കേസ് പരിഗണിക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. എന്തായാലും നിലവിൽ ആന്റണി രാജു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാവി ഏതാണ്ട് അനിശ്ചിതത്വത്തിലായിരിക്കുന്ന
വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇങ്ങനെയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ആന്റണി രാജുവിനെതിരെ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ അത് ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ കോടതി വിധി അനുകൂലമാകും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് ആന്റണി രാജു. പക്ഷേ അത് അല്ല, ആന്റണി രാജുവിന് അനുകൂലമായ വിധിയല്ല, അല്ലെങ്കിൽ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇനി ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ജനാധിപത്യ കേരള കോൺഗ്രസിനെ പരിഗണിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് അന്തിമ തീരുമാനമായിരിക്കുന്ന സാഹചര്യം തന്നെയാണ്. ആന്റണി രാജുവിനെ ഉൾപ്പെടെ പരിഗണിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നണിയുള്ളത്. എന്തായാലും നിലവിൽ ആന്റണി രാജുവിന് എതിരാണ് വിധി. ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ എന്തായാലും ഈ വിധി കൊണ്ട് കഴിയില്ല എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ടോം, തീർച്ചയായും അതോടൊപ്പം എന്തായാലും ഈ ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവിക്കൊപ്പം തന്നെ ഈ പാർട്ടിയുടെ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ മുന്നിലുള്ള എല്ലാ സാധ്യതകളും അടയുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തവണ ആന്റണി രാജു ആയതുകൊണ്ട് മാത്രമാണ്, കാരണം പിണറായി വിജയനുമായി അത്ര അടുപ്പമുള്ള ഒരു നേതാവ്, വർഷങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം പ്രവർത്തിക്കുന്നൊരു നേതാവ്. കാരണം കേരള കോൺഗ്രസ്സുകാരനായിരുന്നുവെങ്കിൽ പോലും ജോസഫ് ഗ്രൂപ്പ് ഇടതുപക്ഷത്തായിരുന്നപ്പോൾ അന്നു മുതൽ ഇടതുപക്ഷത്തിൻ്റെ തലസ്ഥാന നഗരത്തിലൊരു പ്രധാനപ്പെട്ട മുഖമാണ്. പിന്നീട് ജോസഫ് ഗ്രൂപ്പ് UDF-ലേക്ക് പോയപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം അടിയുറച്ചു നിന്നു. ജനാധിപത്യ കേരള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ UDF-ലേക്ക് തിരികെ പോയപ്പോഴും ആന്റണി രാജു ഇടതുപക്ഷത്തിനൊപ്പം നിന്നത് തന്നെയാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരം സീറ്റ് ആന്റണി രാജുവിന് നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണമായതും. അതായത് ഡോക്ടർ KC ജോസഫിനെ പോലുള്ള തലമുതിർന്ന നേതാക്കൾ പാർട്ടിയിലുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഇനി ഒരു പുതിയൊരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് സീറ്റ് നൽകുന്ന കാര്യം പോലും വളരെ CPM ഒരിക്കൽ കൂടി ആലോചിക്കും. കാരണം തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ആന്റണി രാജു അല്ലെങ്കിൽ പകരം വെക്കാൻ കഴിയുന്ന മറ്റൊരു നേതാവില്ല. അങ്ങനെയെങ്കിൽ ഇനി ഒരുപക്ഷെ CPM ആ സീറ്റ് ഏറ്റെടുക്കുമോ അതോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുക്കുമോ, അത്തരം ചർച്ചകളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകാം. ഈ വിധിക്ക് ശേഷം ആന്റണി രാജുവിൻ്റെ പ്രതികരണമോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതികരണമോ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല ഇനി എന്തായിരിക്കും ഇതിന് മുന്നിലുള്ള മറ്റ് രാഷ്ട്രീയ സാധ്യതകൾ എന്നുകൂടി അറിയണം. ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ ആന്റണി രാജുവിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു ഹൈക്കോടതിയിലും ഉണ്ടായിരുന്നത്. ആ പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ആന്റണി രാജുവിൻ്റെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആവശ്യം മാത്രമാണ്, അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ ഉള്ള അതിൻ്റെ ആശങ്ക മാത്രമാണ്. അതേസമയം കീഴ്ക്കോടതി വിധി ആന്റണി രാജുവിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനെ മാനിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഹൈക്കോടതിയും ചെയ്തിട്ടുള്ളത് എന്ന് വേണം. അതായത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആന്റണി രാജുവിനെ അയോഗ്യനാക്കുന്ന നടപടിയിലേക്ക് 3 വർഷം തടവ് എന്നുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് കീഴ്ക്കോടതി പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കീഴ്ക്കോടതി വിധിയെ മാനിക്കുക എന്ന് തന്നെ ആയിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടതും. അതുകൊണ്ട് തന്നെ ഈ ടോം സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ CPM പകരക്കാരനെ തേടുന്ന ഒരു നീക്കത്തിലേക്ക് തന്നെ ആയിരിക്കണം എന്ന് വേണം പറയാൻ. ജനാധിപത്യ കേരള കോൺഗ്രസിന് ഇനി 6 എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. അതുമാത്രമല്ല, മറ്റേതെങ്കിലും സഖ്യകക്ഷികൾക്ക് ഇത് കൊടുക്കേണ്ടതുണ്ടോ, സീറ്റ് കൊടുക്കേണ്ടതുണ്ടോ തുടങ്ങിയ ചർച്ചകളായിരിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. ആന്റണി രാജു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള തരത്തിൽ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ആന്റണി രാജു ഉണ്ടാകില്ല, അല്ലെങ്കിൽ ആന്റണി രാജു ആയിരിക്കില്ല ജനാധിപത്യ കേരള കോൺഗ്രസിനെ ഇനി പ്രതിനിധീകരിക്കുക തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് സീറ്റ് ആവശ്യപ്പെട്ട് വീണ്ടും മത്സരിക്കാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആന്റണി രാജു ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എത്തുന്നതും കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ താളം തെറ്റിയിരിക്കുകയാണ്. നിലവിൽ ഈ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകളിൽ LDF-ൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സീറ്റ് ആർക്ക് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഡിസ്കഷൻ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു പക്ഷേ ആന്റണി രാജുവിൻ്റെ വിധി മറിച്ചാകുമെന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ആന്റണി രാജുവിനെയോ അല്ലെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസിൽ മറ്റാരെങ്കിലും ഇനി പരിഗണിക്കുന്ന സാഹചര്യമുണ്ടോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും അടിയന്തരമായി പകരക്കാരനെ തേടുന്ന നീക്കത്തിൽ തന്നെയാണ് CPM ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തൊണ്ടി മുതൽ തിരുമറി കേസിൽ ആന്റണി രാജുവിന് കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല,
ശിക്ഷാവിധി മരവിപ്പിച്ചില്ല. ആന്റണി രാജുവിൻ്റെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്റണി രാജുവിന് പകരം തിരുവനന്തപുരത്ത് ആരാകും സ്ഥാനാർത്ഥി എന്ന ചോദ്യമാണ്, ചർച്ചകളാണ് ഇടതുമുന്നണിക്കുള്ളിലുള്ളത്. അത് CPM ആ സീറ്റ് ഏറ്റെടുക്കുമോ, അതല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകുമോ? ജോസ് കെ മാണി വിഭാഗം ആ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ജനാധിപത്യ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ആന്റണി രാജുവിന് പകരം വയ്ക്കാൻ കഴിയുന്നൊരു നേതാവില്ല. പിന്നെ തലമുതിർന്ന നേതാവുള്ളത് ഡോക്ടർ KC ആണ്, പാർട്ടിയുടെ ചെയർമാനാണ്, നേതാവാണ്. പക്ഷേ ഡോക്ടർ KC ജോസഫ് കുട്ടനാടിനെ പ്രതിനിധീകരിച്ച് ഒരു 1/4 നൂറ്റാണ്ടോളം അവിടെ MLA ആയിരുന്നുവെങ്കിലും തലസ്ഥാന നഗരത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്വാധീനമില്ലാത്ത നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് ആന്റണി രാജുവിന് പകരം ജനാധിപത്യ കേരള കോൺഗ്രസിന് സീറ്റ് ഒരുപക്ഷെ ഇടതുപക്ഷം കൊടുക്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ആർക്കായിരിക്കും? CPM പ്രതിനിധിയായിരിക്കുമോ അതോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിരിക്കുമോ മത്സരിക്കുക? അതാണ് അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.